ചെലവ് ചുരുക്കുക എന്ന് തൽക്കാലം പറഞ്ഞു കഴിഞ്ഞ് തീർന്നാൽ നമ്മളുടെ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറാണ് വളരെ കൂടിയിരിക്കുന്നത്. അപ്പോൾ ധവളപത്രത്തിൽ അത് എടുത്തു പറയുന്നുണ്ട്. 77% റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെത് പോകുന്നത്. ഏതാ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറിൽ സാലറി, പെൻഷൻ, പലിശ എന്ന ഇനങ്ങളിൽ. അപ്പോൾ ഇവിടെ സാലറിയുടെ കാര്യത്തിൽ സത്യത്തിൽ നമുക്ക് കുറച്ച് വർഷങ്ങളായിട്ട് പരിശോധിക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ പ്രപ്പോർഷൻ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്, കൂടി വരുന്നതായിട്ടല്ല കാണുന്നത്. എന്നാൽ പെൻഷനും പലിശയും കൂടുന്നു. പെൻഷനിൽ വരുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു, പലിശയിലും അതേസമയം തന്നെ കടമെടുക്കുന്നത് കൊണ്ട് പലിശയും കൂടുന്നു. ഇത് 2 പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു മേഖലയെന്ന് പറയുന്നത് പലിശയാണ് ആദ്യം. അപ്പോൾ അതിനെന്താ ചെയ്യുക? ഇപ്പോൾ ധനമന്ത്രിയുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പലിശ കുറഞ്ഞ വായ്പകളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് വന്നു കഴിഞ്ഞിരുന്നാൽ പലിശയുടെ ബേർഡൻ ഒരല്പം കുറയ്ക്കും. ഇത് ഒറ്റയടിക്കൊന്നും കുറയ്ക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ അതിനൊരു തുടക്കം കുറിച്ചാൽ ഒരു 5 വർഷം കൊണ്ടിട്ട് ചിലപ്പോൾ പലിശയുടെ ഒരു പ്രപ്പോർഷൻ, അതിൻ്റെ ബാധ്യത നമുക്ക് കുറയ്ക്കാൻ ഒരു സാധ്യത ഉണ്ടാവും. പെൻഷനെ സംബന്ധിച്ചും കുറയ്ക്കാനുള്ള ഒരു സാധ്യത നമുക്ക് കാണാൻ കഴിയുന്നില്ല. സാലറിയുടെ കാര്യത്തിലും പെട്ടെന്ന് നടക്കില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് പലിശയിലൊരു ഊന്നൽ കൊടുത്തിട്ടുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ ആയിരിക്കും വരിക. അങ്ങനെ നമുക്ക് ചിലവ് കുറയ്ക്കാൻ കഴിയും. മറ്റൊന്ന് ഒരു സാധ്യതയുള്ളത് ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറാണ്. വികസന ചെലവ് തൽക്കാലം വളരെയധികം കൂട്ടണ്ട എന്നുള്ള ഒരു തീരുമാനം എടുത്താൽ ഒരു പക്ഷേ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്നിരിക്കും. പക്ഷേ അന്നേരം സംസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ അതിന് തടസ്സപ്പെടുത്തും. അപ്പോൾ അവിടെയാണ് ഒരു മാജിക്ക് വരേണ്ടത്. അതെന്താണ് ധനമന്ത്രിയുടെ കയ്യിലിരിക്കുന്ന മാജിക്കെന്ന് നമുക്ക് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ മാത്രമേ പറയാൻ കഴിയുള്ളൂ. എന്തായാലും ഒരു വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന നിർദ്ദേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്.